രണ്ടാമത്തെ ചക്രമായിട്ടുള്ള സ്വാധിഷ്ഠാന ചക്രത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇനി സ്വാധിഷ്ഠാന ചക്രം സ്ഥിതി ചെയ്യുന്നത് പൊക്കിളിനും ലൈംഗിക കേന്ദ്രത്തിനും ഇടയിലാണ്. അതായത് നമ്മൾ മൂലാധാര ചക്രത്തിൻ്റെ തൊട്ടുമുകളിലാണ് സ്വാധിഷ്ഠാന ചക്രം. ഇനി ചക്രത്തിന് വ്യത്യസ്തമായിട്ടൊരു പേര് കൂടിയുണ്ട്. അതിൻ്റെ പേരാണ് മരണചക്രം. എന്താണ് അങ്ങനെ ഒരു പേര്? മറ്റൊന്നുകൊണ്ടുമല്ല, സസ്യങ്ങളിലും ജന്തുക്കളിലും അവരുടെ ബോധമണ്ഡലം ഈ സ്വാധിഷ്ഠാന ചക്രത്തിനപ്പുറത്തേക്ക് പോകുന്നില്ല. അതുകൊണ്ടാണ് അതിന് മരണചക്രം എന്ന് പറയുന്നത്. അതായത് മൂലാധാരത്തിൽ ജന്മമെടുത്തിട്ട് സ്വാധിഷ്ഠാനത്തിൽ വന്നുമ്പോൾ ഈ പറഞ്ഞ ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും ലൈഫ് സർക്കിൾ അവസാനിക്കുകയാണ്. അതാണ് മരണചക്രം എന്നുള്ള പേര് വരാൻ കാരണം. ഇത് തന്നെയാണ് ചുറ്റുമുള്ള ചില മനുഷ്യരിൽ, അതായത് മൃഗീയ വാസനകളുള്ള മനുഷ്യന്മാരുടെയും ജന്മം ഇങ്ങനെയാണ്. അതായത് മൂലാധാരത്തിൽ അവർ ജന്മം എടുക്കുന്നു, സ്വാധിഷ്ഠാനത്തിൽ അവരുടെ ജന്മം അവസാനിക്കുകയും ചെയ്യുന്നത്. നമുക്കിന്ന് ലോകത്ത് കാണാൻ പറ്റില്ല. മൃഗീയ വാസനകളുള്ള മനുഷ്യന്മാർ ചുറ്റും ഇഷ്ടം പോലെ നമ്മൾക്ക് വാർത്തകളിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവരുടെ നമ്മൾ ഓരോന്നും ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ അവയർനെസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ വെറുതെ ശ്വാസം എടുക്കുന്നതോ ആസനാസ കറക്റ്റ് ചെയ്യുന്നതോ മാത്രമല്ല. ഇനി ഈ സ്വാധിഷ്ഠാന ചക്രമാണ് നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇതിൻ്റെ നിറം ഏകദേശം ഒരു പിങ്കള നിറം എന്നൊക്കെ പറയും. അതായത് ഓറഞ്ചും യെല്ലോയും ഒക്കെ കലർന്നിട്ടുള്ള ഒരു കളറാണ്. അതിന് പിങ്കള നിറം എന്നാ പറയുക. 6 ഇതിലുള്ള ഈ പറഞ്ഞ സ്വാധിഷ്ഠാന ചക്രത്തിൻ്റെ ഉടമസ്ഥൻ ബ്രഹ്മാവാണെന്നാണ് പറയുന്നത്. ഇനി നമ്മളുടെ ഭാവശരീരം അല്ലെങ്കിൽ ഈ പറഞ്ഞ ആസ്ട്രൽ ബോഡി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെ ഫിസിക്കൽ ബോഡി അല്ലാതെ ഭാവശരീരം അല്ലെങ്കിൽ വികാര ശരീരം, ആകാശ ശരീരം എന്നൊക്കെ പറയും. അതിലുള്ള മൗലിക ഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. എന്തൊക്കെയായിരിക്കും? ഭയം, ക്രോധം, വെറുപ്പ്, ആർത്തി, അക്രമം. ഇതൊക്കെയാണ് നമ്മുടെ മൗലിക ഭാവങ്ങളായിട്ട് ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. ഇവിടെ നമ്മൾ ഈ പറഞ്ഞ സ്വാധിഷ്ഠാന ചക്രത്തിൽ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഭാവങ്ങളെല്ലാം മാറുകയാണ്. അതായത് ഭയം മാറിയിട്ട് ഭയമില്ലായ്മയാകും, ക്രോധം മാറിയിട്ട് അത് സ്നേഹമായി മാറുന്നു, വെറുപ്പ് മാറിയിട്ട് ദയ വരുന്നു, ആർത്തി മാറിയിട്ട് പരോപകാരം. ആർത്തി എന്ന് പറയുമ്പോൾ എനിക്ക് മാത്രം കിട്ടണം എന്നുള്ളതാണ്. അത് മാറി പരോപകാരം. ഈ പറഞ്ഞ ഭാവങ്ങളെല്ലാം നേരെ മാറുകയാണ് ചെയ്യുന്നത്. സ്വാധിഷ്ഠാന ചക്രത്തിൻ്റെ മന്ത്രം വാം എന്നാണ്. ഈ മന്ത്രത്തിൽ, ഈ സ്വാധിഷ്ഠാന ചക്രത്തിൽ നമ്മളിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ മോശം ഭാവങ്ങളെല്ലാം മാറിയിട്ട് നല്ല ഭാവങ്ങളിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അതാണ് ഓരോന്നും പ്രാക്ടീസ് ചെയ്തു വരുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ടുകൾ വരും, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും. ഇതാണ് സ്വാധിഷ്ഠാന ചക്രത്തിൻ്റെ ഒരു ഷോർട്ട് വിവരണം. ഇനി നമുക്ക് അടുത്ത തവണ 3ാമത്തെ ചക്രത്തെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് എത്തുമ്പോഴാണ് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു നിഗമനത്തിലേക്ക് നമ്മൾ എത്തുന്നത്. നമ്മൾ മുൻപ് പറഞ്ഞ ജപ സാധന, മന്ത്രസാധന, യോഗ സാധന ഇതെല്ലാം എങ്ങനെ കണക്റ്റഡ് ആണെന്നുള്ള ഫൈനൽ ആൻസർ ഉണ്ടല്ലോ, അത് നമുക്ക് ഏറ്റവും ലാസ്റ്റ് അറിയാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ജസ്റ്റ് വെയിറ്റ്. താങ്ക് യു.